ഇരിക്കണ്ട, ഇരിക്കെ ഇരിക്കെ ഇരിക്കെ. അതിന് എനിക്ക് വല്ല കുഴപ്പമൊന്നുമില്ല ഗിരിയേട്ടാ, ചെറിയൊരു ക്ഷീണേ ഉള്ളൂ. എന്നാലും വിശ്രമിക്കണം അല്ലേ? ഗിരിയേട്ടൻ ഇരിക്കും. വേണ്ട വേണ്ട. ഔ. ഗിരിയേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. നോക്കട്ടെ. അതിനു വേണ്ടിയൊന്നും ഇല്ല. അവിടെ ആയിട്ട് ഒന്ന് രണ്ട് പൊള്ളല്. അതിന്റെ പൊള്ളലൊന്നും പോലും പറയാൻ പറ്റില്ല. എന്തായാലും ഒത്തിരി വേദനയുണ്ടോ മോനെ? ഇല്ല പച്ചി. മരുന്നെല്ലാം വെച്ചായിരുന്നോ? ഇന്നലെ രാത്രി തന്നെ പട്ടാള ശശിയേട്ടൻ കുറച്ച് കോഴി നീ കൊണ്ടുവന്നായിരുന്നു. അത് പിള്ളേര് പുരട്ടി തന്നായിരുന്നു. ഗിരിയേട്ടൻ അല്ലായിരുന്നെങ്കിൽ ഇന്നലെ ഞാൻ അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. ഗിരിയേട്ടനോട് എങ്ങനെയാ നന്ദി പറയാന്ന് എനിക്ക് അറിയില്ല. എന്താ പാറു ഇത്? നന്ദി പറയും. അതൊന്നും വേണ്ട. കുറച്ചു കഴിഞ്ഞ് ഞാൻ നിന്നെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു. ഇന്നലെ ഞാൻ ദൈവത്തെ നേരിൽ കണ്ടു. നീയായിരുന്നു അത്. തീക്കകത്തു നിന്ന് പാറു അലമുറയിട്ട് കരയുന്നു. ഇവളെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും നോക്കാതെ നീ ആ തീയിലേക്ക് എടുത്തു ചാടുന്നു. എല്ലാം കൂടി കണ്ടപ്പോ എന്റെ കൈയും കാലും വിറച്ചുപോയി. ആ വിറയില് ഇപ്പോഴും മാറിയിട്ടില്ല. അവിടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ മോളെ രക്ഷിക്കാൻ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോനെ, ഈ കടം ഞാൻ എങ്ങനെ വീട്ടൂടാ? എന്താ ചെയ്തു? കടമെന്നൊക്കെ പറഞ്ഞു ഞാനെന്താ പുറത്തുള്ള ആളാണോ? അമ്മാവനും അപ്പച്ചിയും കൂടെ അല്ലേ എന്നെ എന്റെ പെങ്ങന്മാരെ വളർത്തിയത്. ആ കടം ഞാനെങ്ങനെ തീർക്കും? കരയല്ലേ അപ്പച്ചി?